രാജ്യത്തെ നടുക്കിയ ഷീന ബോറ കൊലപാതക കേസിൽ സിബിഐക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇന്ദ്രാണിയുടെ മകൾ വിധി മുഖർജി. തന്റെ പേരിൽ സിബിഐ വ്യാജമൊഴിയാണ് നൽകിയതെന്ന് വിചാരണയ്ക്കിടെ വിധി മുഖർജി കോടതിയെ അറിയിച്ചു. കേസിൽ അച്ഛനെയും അമ്മയെയും കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നും വിധിയുടെ ആരോപണം. കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക കേസുകളിൽ ഒന്നാണ് ഷീന ബോറ കൊലപാതകം. ഈ കേസിലാണിപ്പോൾ മുഖ്യ ദൃക്സാക്ഷിയായി സിബിഐ രേഖപ്പെടുത്തിയ വിധി മുഖർജി സിബിഐക്കെതിരെ തന്നെ തിരിഞ്ഞത്. പ്രത്യേക സിബിഐ കോടതിയിൽ വിചാരണയ്ക്കിടെ ഗുരുതര ആരോപണങ്ങൾ വിധി ഉന്നയിച്ചു. സിബിഐയുടെ കുറ്റപത്രത്തിൽ തന്റേതെന്ന പേരിൽ കോടതിയിൽ സമർപ്പിച്ച മൊഴി കള്ളവും കെട്ടിച്ചമച്ചതുമാണ്. തന്റെ മാതാപിതാക്കളെ കേസിൽ കുടുക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മൊഴി വിധി മുഖർജി കോടതിയിൽ പറഞ്ഞു. ൽ കൊലക്കേസ് പുറത്തു വന്ന സമയത്ത് തനിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. ഇമെയിലുകളും ബാങ്ക് കടലാസുകളും രേഖകളുമടക്കം ഒപ്പിട്ട് നൽകാൻ സിബിഐ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. വിധി ജസ്റ്റിസ് JP ദാരേക്കറിന് മുന്നിലാണ് മൊഴി നൽകിയത്. ഇന്ദ്രാണിയുടെ ആദ്യ വിവാഹത്തിലെ മകളുമായി രണ്ടാം ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ മകൻ അടുത്തതോടെ 2012 മകൾ ഷീന ബോറയെ മുൻ ഭർത്താവായ സഞ്ജയ് ഖന്നയും ഡ്രൈവർ ശ്യാംവർ റായിയുമായി ഗൂഢാലോചന നടത്തി ഇന്ദ്രാണി മുഖർജി കൊലപ്പെടുത്തി എന്നാണ് കേസ്. എന്നാൽ ഇന്ദ്രാണിയെ കേസിൽ കുടുക്കാൻ പീറ്റർ മുഖർജിയുടെ മക്കളായ രാഹുലും റാബിനും ശ്രമിക്കുന്നുവെന്നും വിധി കോടതിയെ അറിയിച്ചു. ഇന്ദ്രാണിയുടെ കോടിക്കണക്കിന് വിലമതിക്കുന്ന പൂർവിക ആഭരണങ്ങളും 7 കോടി രൂപയും ഇരുവരും ചേർന്ന് തട്ടിയെടുത്തതായും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കേസ് നടത്താൻ പോലും പണമില്ലെന്നും വിധി കോടതിയിൽ പറഞ്ഞു. ഷീന ബോറയെ കാണാതായതോടെ സുഹൃത്തായ രാഹുൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും രാഹുലിന്റെ ശല്യം കാരണം ഷീന ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോയി എന്നായിരുന്നു ഇന്ദ്രാണി പോലീസിൽ മൊഴി നൽകിയത്. ഇന്ദ്രാണിയുടെ ഡ്രൈവർ ശ്യാംവർ റായ് തോക്കുമായി അറസ്റ്റിലായതോടെയാണ് ഷീനയുടെ തിരോധാനം കൊലക്കേസായി മാറുന്നത്. ശ്യാംവറാണ് കൊലപാതക വിവരം മുംബൈ പോലീസിനെ അറിയിച്ചത്. അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് ഷീന ബോറ ഇന്ദ്രാണിയുടെ മകളാണെന്ന വിവരം പുറത്തറിഞ്ഞത്. രാഹുൽ മുഖർജിയും മകളും തമ്മിലുള്ള ബന്ധം ഇന്ദ്രാണിക്ക് ഇഷ്ടമായിരുന്നില്ല. മുംബൈയിൽ ഒരു വീട് വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് ഷീന ഇന്ദ്രാണിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. കേസിൽ സ്റ്റാർ ഇന്ത്യ മുൻ മേധാവിയും ഇന്ദ്രാണിയുടെ ഭർത്താവുമായിരുന്ന പീറ്റർ മുഖർജിയും അറസ്റ്റിലായിരുന്നു. കേസിന്റെ വിചാരണയ്ക്കിടെ ഇരുവരും വിവാഹമോചിതരായി. പീറ്റർ മുഖർജിക്ക് പിന്നീട് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ഇന്ദ്രാണി മുഖർജിക്ക് CBI കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ദ്രാണിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകി. 6.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇന്ദ്രാണി മുഖർജിക്ക് ജാമ്യം ലഭിച്ചത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.